ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സമപന്തി ഭോജൻ നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി അയ്യ വൈകുണ്ഠസ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി വേദാന്തികാര നിരൂപണം. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ഓപ്ഷൻ സി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് ഒരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. ഏതാണ് ആ പത്രം? ഓപ്ഷൻ സി മാതൃഭൂമി. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി സൂര്യകാന്ത്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി പശ്ചിമഘട്ടം. ഹോർദുസ് മലബാറിക്കസ് എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ 742. പ്രശസ്ത കവിയായ സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിൽ സാഹിത്യകാരനാണ്? ഓപ്ഷൻ ബി തമിഴ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി സഹകരണ ബാങ്ക്. കേരളത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി OJ ജനീഷ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ പേര്? എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിനു മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരുന്നു? ഓപ്ഷൻ എ ജാർഖണ്ഡ്. താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രധാന പർവ്വതനിര ഏതാണ്? ആരവല്ലി നിരകൾ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ.